ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 70 ശ്ലോകം 4, 5, 6. കദാപി ഖലു സീരിണാ വിഹരതി ത്വയി സ്ത്രീജനൈഃ ജഹാരധനദാനുകഃ സകില ശങ്കചൂഡോ ബലാഃ ധൃതമനുദ്രുതസ്തമഥ മുക്തനാരീജനം രുരോജിതശിരോമണിം ഹലഭൃതേ ച തസ്യാദദാഃ ദിനേഷു ച സുഹൃജ്ജനൈഃ സഹ വനേഷു ലീലാപരം മനോഭവമനോഹരം രസിതവേണുനാദാമൃതം ഭവന്തമമരീദൃശാമമൃതപാരണാദായിനം വിചിന്യ കിമു നാലപൻ വിരഹതാപിതാ ഗോപികാഃ ഭോജരാജഭൃതകസ്ത്വഥ കശ്ചിത് കഷ്ടദുഷ്ടപദദൃഷ്ടിരരിഷ്ടഃ നിഷ്ഠുരാകൃതിരപഷ്ടുനിനാദഃ തിഷ്ഠതേ സ്മ ഭവതേ വൃഷരൂപീ കദാപി ഖലു സീരിണ വിഹരതി ത്വയി സ്ത്രീജനൈഃ ജഹാര ധനദ അനുഗഃ സഹ കില ശങ്കചൂഡഃ അബലാഃ അതിദ്രുതം അനുദ്രുതഃ തം അഥ മുക്തനാരീജനം രുരോജിത ശിരോമണിം ഹലഭൃതേ ച തസ്യ അദദാഃ ദിനേഷു ച സുഹൃജ്ജനൈഃ സഹ വനേഷു ലീലാപരം മനോഭവമനോഹരം രസിതവേണുനാദ അമൃതം ഭവന്തം അമരീദൃശാം അമൃതപാരണാദായിനം വിചിന്യ കിമു ന ആലപൻ വിരഹതാപിതാ ഗോപികാഃ ഭോജരാജഭൃതകഃ തു അഥ കശ്ചിത് കഷ്ടദുഷ്ടപഥദൃഷ്ടിഃ അരിഷ്ടഃ നിഷ്ഠുര ആകൃതിഃ അപഷ്ടു നിനാദഃ തിഷ്ഠതേ സ്മ ഭവതേ വൃഷരൂപീ. പദങ്ങൾ. ഹരേ കൃഷ്ണ. പോന ശ്ലോകത്തില് സുദർശനൻ നല്ല ദർശനത്തോടു കൂടിയവനായി വിദ്യാധരനായി മാറിനാൻ. നിർമ്മലനാനപ്പോൾ അവനോട് ദർശനവും നല്ല രീതിയിൽ ആച്ച് എന്നുള്ളത് ചൊല്ലി നിർത്തിന. ഇനി 4ാമത്തെ ശ്ലോകത്തില് കദാപി ഖലു ത്വയി സീരിണാ സ്ത്രീജനൈഃ വിഹരതി. ഒരുക്ക ബലരാമൻ ഗോപസ്ത്രീകളുമെല്ലാമായിട്ട് കളിച്ചെന്നിരുന്ന വിഹരിച്ചെന്നിരുന്ന അന്ന സമയത്തിൽ സഹ ധനദാനുഗഃ ശംഖചൂഡഃ അബലാഃ ജഹാര കില. വൈശ്രവണ കുബേരനോട് പുത്രനാണ് ശംഖചൂഡൻ ഗോപികളെല്ലാം അങ്ങേന്ത് എടുത്തുകൊണ്ട് പോകാൻ ആരംഭിച്ച ജഹാര അങ്ങേന്ത് തിരിടുന്നു പോകാൻ ആരംഭിച്ച അഥാത്വം അതിദ്രുതം അനുദ്രുതഃ മുക്തനാരീജനം തം രുരോജിത. അപ്പം അങ്ങേന്ത് പോനാ തെരിഞ്ഞതും ഉടനെ ഭഗവാൻ അങ്ങ വന്ന് അവനെ നിഗ്രഹം പണി அந்த സ്ത്രീകളെ എല്ലാം തിരുപ്പി കൂട്ടിന്ന് വന്നാൽ തസ്യ ശിരോമണിം ഹലഭൃതേ അദദാഹാച. அந்த ശംഖചൂഡനോട് ശിരസിൽ ഒരു രത്നം ഇരുന്നത് അത് എടുത്തുനിന്ന് വന്ന് ബലരാമനക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ വൈശ്രവണൻ എന്ന കുബേരപുത്രൻ വീട്ടിൽ നിറയെ സ്വത്തെല്ലാം ഇരുന്ന കുഴന്തകൾ കൊഞ്ചം അന്തപ്പക്കം ശരിയല്ലാത്ത വഴിക്കെല്ലാം പോവുക. അപ്പടിയുള്ളവാൾക്ക് ഭഗവാൻ അവളെ ശരിയാന രീതി കാട്ടിക്കൊടുക്കറാറുന്നത് തെരിഞ്ഞത് അവനക്ക് മോക്ഷം കിടച്ചത്. ഇനി അടുത്തതില് ദിനേഷു ച സുഹൃജ്ജനൈഃ സഹ വനേഷു ലീലാപരം മനോഭവ മനോഹരം. പഹൽപൂര ഭഗവാൻ ഗോപകുട്ടികൾ കൂടെ കാട്ടുക്ക് പോയിടുവർ.
அங்கே போய் அந்த விளையாடிந்திருக்கப்பட்ட அந்த காமசுந்தரனு ரசித வேணுநாதாமிர்தம் அங்கே விளையாடுறதோட கூட அந்த வேணுவை அப்படி நாதம் பண்ணுவர നാദം പടി ഒഴുകി വരുമോ അമരീദൃശാം അമൃതപാരണാദായിനം ഭവന്തം ദേവസ്ത്രീകളോട് കണ്ണുകൾക്ക് കൂടി അമൃതപാനം നൽകിയിരുന്നതാക്കും ഭഗവാൻ ശ്രീകൃഷ്ണൻ. വിചിന്യ വിരഹതാ പിതാഹ ഗോപികാഹ കിമൂന ആലപൻ. അപ്പോൾ എന്താ പകൽ സമയം കൊഞ്ചം നാഴിതാൻ கிருஷ்ணர் அந்த காட்டுக்கு போயிட்டு வருவர். நானா கூடி அந்த பசுக்களை எல்லாம் மேய்க்கிறதுக்காக வேண்டி காட்டுக்கு போவர். ஆனால் அந்த இல்லாத சமயத்தில் இந்த கோபிகளுக்கு ரொம்ப துக்கமாக இருக்குமா. அவ சொல்லி அழுதுந்திருப்பாளாம் கிருஷ்ணர். ഇപ്പം എന്നെ പെണ്ണിന്തിരിപ്പരോ കാട്ടുക്ക് പുറത്തെ കാലിലെ മുള്ളും കല്ലും ഒന്നും കുത്തായിക്കിരിക്കണമേ. அங்கே போய் കഴിഞ്ഞാഴ്ചன்னா ഇപ്പോൾ വേണു ഊതിന്തിരിപ്പർ அந்த கோபன்மாருக்கெல்லாம் ஒரு பாக்கியம் கிடைக்கிறது. பூரா பார்க்கறதுக்கு நம்மளுக்கு கிடைக்கிறதில் இப்படி ஒவ்வொன்றும் சொல்லுது. அவ அந்த ഭഗവാനെ കടച്ച ഭാഗ്യത്തെയും കൊഞ്ചം നാഴി നമ്മൾക്ക് கிடைக்காததான அந்த ഒരു വിരഹത്തെയും அந்த കൂട്ടുകാരാன ഗോപന്മാർക്ക് കടക്കപ്പെട്ട അവളോട് ഭാഗ്യത്തെയും എല്ലാം ചൊല്ലിത്തിരിപ്പാണ്. ഇനി അടുത്തതിൽ അരിഷ്ടവധമാക്കും ചൊല്ലറ. അഥ ഭോജരാജഭൃതക കംസനോട് ഭൃത്യനാണ് കഷ്ടദുഷ്ടപദദൃഷ്ടി നിഷ്ഠുരാകൃതി അരിഷ്ട. ഹിംസിക്കർക്കും ദുഷ്ടമാർഗത്തിൽ മാത്രം കണ്ണുള്ളവനും ரொம்ப കഠോര ഹൃദയമുള്ളവനും കഠോരമാ പ്രവൃത്തി വണ്ണപ്പെട്ടവനുമാണ് അരിഷ്ടൻകര ഒരു അസുരൻ. കശ്ചിത് തു വൃഷരൂപി അപഷ്ടുനിനാദ ഭവതേ തിഷ്ഠതേ സ്മ. ഒരു കാളയോട് രൂപത്തിൽ വന്ന് മുക്കറ പൊട്ടുന്നത് அந்த கிருஷ்ணருக்கு നേരെ വന്നാൽ. അരിഷ്ടൻ ചെന്നാൽ മരണമില്ലാത്തവൻ. മരണമില്ലാത്തവൻ ശ്യാമസുന്ദരൻ. ഗോപാലനാന ഭഗവാൻ കിട്ടക്ക ചേരർത്തുക്ക് அந்த അസുരൻ എന്നെ பண்ணினான் ഒരു വൃഷത്തോട് രൂപത്തിൽ വന്നാൽ. അതോട് നീതി ഭാഗം അടുത്ത ശ്ലോകങ്ങളിൽ பார்க்கலாம். ഹരേ കൃഷ്ണ.